Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഒരു NCERT ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ NCERT വായിക്കണം, എങ്ങനെ വായിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം UPSC അതുപോലെ തന്നെ KAS എക്സാമുകൾക്ക് NCERT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ നമ്മുടെ യൂട്യൂബിൽ നോക്കാവുന്നതാണ്. അപ്പോൾ NCERT എന്ന് പറയുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും ബേസിക്സ് എന്നതിലപ്പുറം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് NCERT നിന്ന് കിട്ടാറുണ്ടെന്നാണ്. പിന്നെ NCERT നല്ലൊരു ഫൗണ്ടേഷൻ, നല്ലൊരു രീതിയിൽ NCERT നിങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് നല്ല രീതിയിൽ അതിൻ്റെ ഡെപ്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളോട് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാറ്. അപ്പോൾ ഡിഗ്രി ആണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും പ്രിപ്പറേഷൻ്റെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിലൊക്കെ നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് NCERT 6th to +2 വരെയുള്ള NCERT നിർബന്ധമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ്. അത് വായന എന്ന് തന്നെ പറയുന്നത് ഒറ്റ റീഡിങ്ങിലേക്ക് പോവാതെ 1, 2, 3 റീഡിങ് ചെയ്ത് വളരെ ഷോർട്ടായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കി, മോഡൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്ത് നോക്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് NCERT നിർബന്ധമായിട്ട് കവർ ചെയ്യേണ്ടത്. അപ്പോൾ NCERT നല്ല രീതിയിൽ നിങ്ങൾക്ക് ധാരണ ഉണ്ട്, നിങ്ങളതിൽ ഓക്കെയാണ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് ഭയങ്കര എന്ത് ചെയ്തിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നാക്കാൻ വേണ്ടി. അപ്പോൾ അത് പലപ്പോഴും പല സർവീസ് കിട്ടിയ ആളുകളുടെയൊക്കെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് അവർ നന്നായിട്ട് NCERTക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തി നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് NCERT കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ NCERTയും വായിക്കണം എന്നല്ല, NCERT ഏതൊക്കെ വായിക്കണം എന്നുള്ള ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു ലിസ്റ്റിൻ്റെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട്. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കേണ്ട NCERTയുടെ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതെടുത്ത് അത്ര NCERT നിർബന്ധമായിട്ട് വായിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് NCERTയുടെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിൽ എന്ന് പറയുന്നത് 6th to +2 വരെയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമി, പൊളിറ്റി, എൻവയോൺമെൻറ്റ്, ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാ NCERTയും 6th മുതൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ വളരെ ബേസിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കൊടുത്ത് അതിൻ്റെ ഷോർട്ട് മെറ്റീരിയൽസിന് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ ഷോർട്ടായിട്ടുള്ള നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ NCERTക്കും നോട്ട്സും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ലൈവ് ക്ലാസ് തന്നെയാണ്, പ്ലസ് റെക്കോർഡിംഗ് ഉണ്ടോ. ലൈവായിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് എടുത്ത് കാണാവുന്നതാണ്. സൂമിലൂടെയാണ് ക്ലാസ് ഉണ്ടാവാറ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ടെസ്റ്റുകളുണ്ടാവും. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയൊക്കെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡൽ ടെസ്റ്റുകളും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ NCERTയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീസ് വരുന്നത് 5000 രൂപയാണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു 10 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട് വെറും 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം NCERT ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക നമ്പറുമായിട്ട് ബന്ധപ്പെടുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പുതിയ ബാച്ചിലോട്ട് ആ ഒരു ഓഫറിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ NCERTയുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചില NCERT ക്ലാസ്സുകളൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലാസ്സുകളും കൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ NCERT വായിക്കണം, എങ്ങനെയാണ് NCERT വായിക്കേണ്ടത്, എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും. മെൻറ്ററിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടനെ തന്നെ 1 നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊക്കെ എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. NCERT ആയാലും മറ്റുള്ള സബ്ജക്റ്റ് ക്ലാസ്സുകളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ KASനും UPSCക്ക് വേണ്ടിയുള്ളൊക്കെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ മുമ്പ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തതുപോലെ ചെയ്യും. അതിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത്തരം ക്ലാസ്സുകളും തുടങ്ങുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ